മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപാ സ ബഭൂവ മഹാഭാഗാം സാവർണിത്തനയോ രവേ. മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപ സ ബഭൂവ മഹാഭാഗ സാവർണി തനയോ രവേ. സ രവേ തനയാ മഹാഭാഗ സാവർണി. ആ രവിപുത്രനും മഹാഭാഗനുമായ സാവർണി യഥ ഏതു പ്രകാരത്തിൽ മഹാമായാനുഭാവേന മഹാമായയുടെ അനുഭാവത്താൽ മന്വന്തരാധിപാ ബഭൂവ മന്വന്തരത്തിൻ്റെ അധിപതിയായി ഭവിച്ചു എന്ന് കേട്ടാലും, മഹാഭാഗനും സൂര്യപുത്രനുമായ ആ സാവർണി മഹാമായയുടെ അനുഭാവത്താൽ അല്ലെങ്കിൽ പ്രഭാവത്താൽ എങ്ങനെ മന്വന്തരാധിപനായി തീർന്നു എന്ന് കേട്ടാലും, സ്വാരോചിഷേ അന്തരേ പൂർവം ചൈത്രവംശസമുദ്ഭവാം സുരഥോ നാമ രാജാഭൂത് സമസ്തേ ക്ഷിതിമണ്ഡലേ. സ്വാരോജിഷേ അന്തരേ പൂർവം ചൈത്രവംശസമുദ്ഭവ സുരഥോ നാമ രാജാഭൂത് സമസ്തേ ക്ഷിതിമണ്ഡലേ. പൂർവം പൂർവം എന്ന് പറഞ്ഞാൽ പണ്ട്, സ്വാരോജിഷേ അന്തരേ സ്വാരോജിഷ മന്വന്തരത്തിൽ ചൈത്രവംശ സമുദ്ഭവ ചൈത്രവംശത്തിൽ ജനിച്ച സുരഥോ നാമ സുരഥൻ എന്നു പേരായവൻ സമസ്തേ ക്ഷിതിമണ്ഡലേ രാജ അഭൂത് സമസ്ത ക്ഷിതിമണ്ഡലത്തിലും രാജാവായി ഭവിച്ചു. പണ്ട് സ്വാരോജിഷ മന്വന്തരത്തിൽ ചൈത്രവംശത്തിൽ ജനിച്ച സുരഥൻ എന്ന പ്രസിദ്ധൻ സകല ഭൂമണ്ഡലത്തിനും രാജാവായി ഭവിച്ചു. സ്വാരോജിഷൻ രണ്ടാമത്തെ മനുവാണ്. മനുവിൻ്റെ കാലമാണ് ഒരു മന്വന്തരം എന്ന് നേരത്തെ പറഞ്ഞു. അപ്പം സ്വാരോജിഷൻ അഗ്നിപുത്രനാണ്. സ്വാരോജിസ് എന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് അർത്ഥം. അഗ്നിപുത്രൻ സ്വാരോജിഷൻ. സ്വാരോജിഷ മനുവിൻ്റെ ഒരു പുത്രനാണ് ചൈത്രൻ. ചൈത്രൻ്റെ പരമ്പരയിൽ പിറന്നവനാണ് സുരഥൻ. സുരഥൻ എന്നതിന് ശ്രേഷ്ഠമായ രഥമുള്ളവൻ എന്ന് പദാർത്ഥം. സുരഥോ നാമ എന്ന പദപ്രയോഗം കൊണ്ട് സുരഥൻ പ്രശസ്തനായിരുന്നു എന്ന് സിദ്ധിക്കുന്നു. തസ്യ പാലയദാ സമ്യക് പ്രജാപുത്രാനി ഔരസാൻ ബഭൂവുശത്രവോ ഭൂവാ കോലാവിധ്വംസിനത്തഥാ. തസ്യ പാലയദ സമ്യക് പ്രജാപുത്രാനി ഔരസാൻ ബഭൂവു ശത്രവോ ഭൂവ കോലാ വിധ്വംസിന തഥ. ഔരസാൻ പുത്രാനിവ സ്വന്തം പുത്രന്മാരെ പോലെ സമ്യക് വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ നന്നായിട്ട് പ്രജാപാലയത തസ്യ പ്രജകളെ പാലിക്കുന്ന അവന് കോലാവിധ്വംസിന ഭൂവ കോലാവിധ്വംസികളായ ഭൂപന്മാർ ശത്രവാ ബഭൂവു ശത്രുക്കളായി ഭവിച്ചു. ഔരസപുത്രന്മാരെ പോലെ സമ്യക്കാം വണ്ണം പ്രജകളെ പാലിക്കുന്ന അവന് കോലാവിധ്വംസികളായ രാജാക്കന്മാർ ശത്രുക്കളായി ഭവിച്ചു. പുത്രശബ്ദത്തിന് കുലത്തെ ശുദ്ധമാക്കി തീർക്കുന്നവൻ എന്നാണ് അർത്ഥം. പുത്ത എന്ന നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്നതറിക നീ എന്ന് എഴുത്തച്ഛൻ രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ശരീരത്തിൽ നിന്ന് ധർമ്മപത്നിയിൽ ജനിച്ചവനാണ് ഔരസപുത്രൻ. മനുസ്മൃതി പ്രകാരം പുത്രന്മാർ 12 തരമുണ്ട്. സ്വാഭാവികമായും കൂടുതൽ സ്നേഹം ഔരസപുത്രനോടായിരിക്കുമല്ലോ. പ്രജകളോടുള്ള വാത്സല്യാധിക്യം കാണിക്കാൻ വേണ്ടിയാണ് പുത്രാനി ഔരസാൻ എന്ന പ്രയോഗം. നീതിശാസ്ത്ര നിയമങ്ങൾ പാലിച്ച് ധർമാനുസൃതമായി പ്രജകളെ രക്ഷിച്ചു എന്ന് സമ്യക് പാലയത എന്ന പ്രയോഗം നിർദ്ദേശിക്കുന്നു. കോലാവിധ്വംസിന കോലാപുരം കീഴടക്കിയവർ, അല്ലെങ്കിൽ കോലാപുരം എന്ന് പറഞ്ഞാൽ ദക്ഷിണ ഭാരതത്തിലെ ഒരു ജനപദമാണ്. കോലാപുരത്ത് വെച്ചാണ് അഗസ്ത്യ മഹർഷിക്ക് മഹാലക്ഷ്മി ദർശനം ലഭിച്ചതായിട്ട് മത്സ്യപുരാണത്തിൽ പറയുന്നുണ്ട്. അത് അങ്ങനെയാണോ അല്ല സുരഥരാജ്യം ആക്രമിച്ച ഏതോ ഒരു വർഗം എന്ന് ധരിച്ചാലും മതിയാകും. തസ്യ തൈരഭവദ്യുദ്ധം അതിപ്രബലദണ്ഡിനാ ന്യൂനൈരപീസതൈര്യുദ്ധേ കോലാവിധ്വംസിബിർജിതാം. തസ്യ തൈർ അഭവത് യുദ്ധം അതിപ്രബലദണ്ഡിനാ ന്യൂനൈരപീസ തൈര്യുദ്ധേ
കോലാ വിധ്വംസിബിർജിത അതിപ്രബലദണ്ഡിന തസ്യ അതിപ്രബലമായ സൈന്യമുള്ളവന് തൈ അവരോട് യുദ്ധം അഭവത് യുദ്ധം ഭവിച്ചു. എന്ന് പറഞ്ഞ അവൻ ന്യൂനൈരബി തൈ കോലാവിധ്വംസബി കുറഞ്ഞവരായിരുന്നിട്ടും ആ കോലാവിധ്വംസികളാൽ ജിത ജയിക്കപ്പെട്ടു. ഏറ്റവും പ്രബലമായ സൈന്യമുള്ള അവൻ അല്ലെങ്കിൽ സുരതന് അവരോട് കോലാവിധ്വംസികളോട് യുദ്ധമുണ്ടായി. കുറഞ്ഞവരാണെങ്കിലും അവർ സുരതനെ തോൽപ്പിച്ചു എന്നാണ്. അപ്പം ദണ്ഡത്തിന് സേന എന്നാണ് അർത്ഥം. ദണ്ഡമുള്ളവൻ ദണ്ഡി. അതിപ്രബലമായ ചതുരംഗ സേന സുരതനുണ്ടായിരുന്നത് കൊണ്ടാണ് അതിപ്രബല ദണ്ഡി എന്ന പ്രയോഗം. കോലാവിധ്വംസികൾ സുരതനോളം ബലമുള്ളവരോ എണ്ണമുള്ളവരോ ആയിരുന്നില്ല. സേനാസംഖ്യയിലും ശക്തിയിലും കുറഞ്ഞവരായിരുന്നു. എന്നിട്ടും സുരതൻ തോൽക്കുകയും കോലാവിധ്വംസികൾ ജയിക്കുകയും ചെയ്തത് കാലക്കേടുകൊണ്ടും ദൈവാധീനമില്ലായ്മ കൊണ്ടുമാണ്. ധർമ്മിഷ്ഠരും ശക്തരുമായവർക്കും കാലഗതിയിൽ പരാജയമുണ്ടാകാം. ആ പരാജയങ്ങൾ ഭാവിയിൽ വലിയ വിജയങ്ങൾക്ക് കാരണമായി തീരുമെന്ന് സുരതൻ്റെ തുടർന്നുള്ള കഥ തെളിയിക്കും. ചക്രവർത്തിയായിരുന്ന സുരതൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.